അസ്സലാമു അലൈക്കും. എനിക്കിഷ്ടപ്പെട്ട സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്തെങ്കിലും സങ്കടം വന്നാൽ ഓതാറുള്ള ഒരു സൂറത്താണിത്. ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖവും മനസ്സമാധാനവും മനസ്സിൻ്റെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതൊരു ചെറിയ സൂറത്താണ്, ഓതാൻ വളരെ ഈസിയാണ്. ഇതിൽ ചെറിയ ആയത്തുകളാണുള്ളത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സൂറത്താണിത്. ഇഷ്ടമുള്ള സൂറത്തായതുകൊണ്ട് പെട്ടെന്ന് ഓതി തീർത്തതുപോലെ തോന്നും. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ സൂറത്ത്, 78 ആയത്തുകളുള്ള സൂറത്തുൽ റഹ്മാൻ, പരമകാരുണ്യകൻ എന്നാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനിൻ്റെ മണവാട്ടിയെന്നും ഈ സൂറത്തിനെ വിശേഷിപ്പിക്കുന്നു. സൂറത്തുൽ റഹ്മാൻ ഒരു വട്ടം ഓതിയാൽ നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ചെയ്തു തന്ന മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി ചെയ്യുന്നതിന് തുല്യമാണ്. ഈ സൂറത്തിൽ 31 വട്ടം ആവർത്തിച്ചു വരുന്ന ഒരു ആയത്താണ് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. ഈ സൂറത്തിൽ 31 തവണയും നമ്മളോടും ജനങ്ങളോടും ചോദിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഇരു വിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ആരെങ്കിലും സൂറത്തുൽ റഹ്മാൻ 11 വട്ടം ഓതി ദുആ ചെയ്താൽ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും തീർച്ചയായും ഉത്തരം നൽകപ്പെടും. എല്ലാവരും ഈ സൂറത്ത് ഒരു വട്ടമെങ്കിലും ഓതി നമുക്ക് കിട്ടിയ എല്ലാ ആഗ്രഹങ്ങൾക്കും പരമകാരുണ്യകനായ ഏക ഇലാഹിനോട് ശുക്ർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.